ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. മഴയത്ത് കോട്ടയൊക്കെ പിടിച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് AB ട്രേഡേഴ്സ് പറഞ്ഞിട്ടൊരു ഓയിൽ മില്ലാണ് വന്നിട്ടുള്ളത്. പറവൂര് പുത്തൻവേലിക്കര അവിടെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഓയിൽ മില്ലാണുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ ഇവിടെ അടുത്ത ഡ്രയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മില്ലിന്റെ ഓണർ ആന്റണി ചേട്ടൻ. ചേട്ടാ നമസ്കാരം. എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മള് തേങ്ങ വെട്ടി ഉണക്കി ആട്ടി വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ മാത്രം? ഓയിൽ മില്ലാണ്? ഓയിൽ മില്ലാണ്. അപ്പൊ ഇപ്പൊ എത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങി? ഒരു വർഷമായി സംരംഭം തുടങ്ങിയിട്ടല്ലേ? വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്? വീടിനോട് ചേർന്ന് റോഡ് സൈഡിൽ തന്നെയാണ്. ഇപ്പൊ ഇത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? ഇത് എറണാകുളം ജില്ലയില് പുത്തൻവേലിക്കര. എറണാകുളം ജില്ല പുത്തൻവേലിക്കര. എറണാകുളം ജില്ലയിലാണ്. ഈ പറവൂര് അടുത്താണ്. പറവൂരിന്റെ അടുത്താണ് വരുന്നത്. അപ്പോ ഈ നാളികേരം ഉണക്കാനായിട്ടാണോ നമ്മുടെ ഡ്രയർ എടുത്തിരിക്കുന്നത്? നാളികേരം ഉണക്കാനായിട്ടാണ് ഡ്രയർ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഉണക്കാൻ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നുറുക്കിയാണ് വെച്ചേക്കണത്. ആദ്യം നമ്മള് വെട്ടിയിട്ട് മറ്റേ ചിരട്ടപ്പാടി വെക്കും ആദ്യം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 12-13 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് നുറുക്കിയിട്ട് വീണ്ടും വെക്കും. നുറുക്കി വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നുറുക്കാതെ വെച്ചാൽ നമുക്കൊരു ഇതെന്നുള്ളത്, നുറുക്കാതെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മള് നുറുക്കിയിട്ട് വീണ്ടും വെക്കേണ്ടി വരും. ചിരട്ടേന്ന് വിടിയിച്ചിട്ട്, അതായത് വെട്ടി ഉണക്കി ഒരു 12-13 മണിക്കൂർ ഉണക്കിയിട്ട് ചിരട്ടേന്ന് വിടിയിച്ചിട്ട് നുറുക്കി വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ആട്ടാം. പെട്ടെന്ന് ആട്ടാം. മാക്സിമം 24 മണിക്കൂർ വേണം വേനൽക്കാലത്ത്. നമ്മൾ വേനൽക്കാലത്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മള് വെട്ടിയിട്ട് കൊപ്പറ വെട്ടി വെയിലത്തിലാണ്. അപ്പൊ ചെറിയ ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കിട്ടും. അപ്പൊ അത്രക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. മണിക്കൂർ കുറയും ഡയറിൽ. അപ്പൊ കറണ്ടാശ് ലാഭം വരും. വർഷക്കാലത്ത് ആവുമ്പോ ഇത്തിരി കൂടുതലിടേണ്ടി വരും. ഉണങ്ങാനായിട്ട് ഇത്തിരി താമസം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കറണ്ടാശൊക്കെ വരും. വർഷക്കാലത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത്തിരി സമയം കൂടുതലെടുക്കും. കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. വേനൽക്കാലത്താണെങ്കിൽ അതിനുശേഷമാണ് മെഷീനിലേക്ക് എടുത്തിട്ടാണ് പറഞ്ഞത്. നുറുക്കി വെച്ചേക്കാണ്. ഇതിപ്പോ ഒരു 30 തട്ടുള്ള മെഷീനാണല്ലോ എടുത്തത്? 30 തട്ടിന്റെ മെഷീൻ. 30 തട്ടിന്റെ മെഷീനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നുറുക്കി ഇട്ടേക്കാണ്. ഒരു ട്രാൻഡ് വലിപ്പവും കാര്യങ്ങളും. ഇതിനുണങ്ങി ഇതിപ്പോ ഫുൾ ഉണക്കായോ? ഇതില്ല, കുറച്ചുകൂടി ഉണക്കാവാണ്ട്. കുറച്ചുകൂടി ഉണക്കാവാനായിട്ടുണ്ട്. ഇപ്പൊ കറണ്ട് പോയിരിക്കുകയാണ്. അതിന്റെ പേരില് കറണ്ട് പോയ സമയം കൂടിയാണ്. നമുക്ക് അല്ലാതെ തുറന്നു കാണാൻ പറ്റും. തുറക്കാം. ഇതേപോലെ എല്ലാത്തിലും ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. 30 തട്ടിന്റെ മെഷീനാണ് ചേട്ടെടുത്തിരിക്കുന്നത്. ഒരു വർഷമായിട്ട് ഒരു വർഷമായി മെഷീൻ എടുത്തിട്ട്. അപ്പൊ നമ്മൾ അടയ്ക്കാണ്. കാരണം ഇതിലുള്ളത് ചൂട് ഇപ്പോ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറണ്ട് പോയ കാരണം ഓഫ് ചെയ്തേക്കാണ്. ഇതാണ് മെഷീൻ്റെ സൈസ് വരുന്നത്. 30 തട്ടിന്റെ മെഷീനാണ് ചേട്ടെടുത്തിരിക്കുന്നത്. ചേട്ടപ്പ എങ്ങനെയാണ് നമ്മുടെ ഈ ഡ്രയറിനെ പറ്റി അറിഞ്ഞത്? ഡ്രയറിനെ പറ്റി ഞാൻ ഫേസ്ബുക്കിൽ കണ്ടാണ് സംഭവം. ഫേസ്ബുക്കിലാണ് കണ്ടാണ്. അങ്ങനെയാണ് ഡ്രയറിനെ പറ്റി അറിഞ്ഞത്. അപ്പൊ കമ്പനിയിൽ വന്നിരുന്നോ മെഷീൻ? കമ്പനിയിൽ കണ്ടിരുന്നു. കമ്പനിയിൽ വന്ന് മെഷീൻ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ ചെറുതും വലുതും വേറെ മെഷീൻസ് ഒക്കെ നോക്കിയിരുന്നോ? ചെറിയ മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവര് കമ്പനി ചെയ്ത ഒരു പാട്ടെടുത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് അവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓയിൽ മില്ലുകാർക്ക് ഒരു പുതിയൊരു മെഷീൻസ് നമ്മള് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബൾക്ക് ഡ്രയർ. അത് കണ്ടിരുന്നു ചേട്ടൻ? അതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടായിരുന്നു. അത് ഇത്തിരി നല്ലതായിട്ട് തോന്നുന്നുണ്ട്.
കാരണം ഓയിൽ മില്ലുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇപ്പൊ. നമുക്ക് ഇതിലിപ്പോ ട്രേ ടൈപ്പ് അല്ലേ, നമുക്ക് അതിലാകുമ്പോ നമുക്ക് ബൾക്കായിട്ട് ഉണക്കാനായിട്ട് വരും. ട്രേയിൽ ഇടുന്ന സമയം ലാഭിക്കാൻ പറ്റും, കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റും. അത് നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഓയിൽ മില്ലുകാർ ഇപ്പൊ കൂടുതലും എടുക്കുന്നത് അതാണ്. നമ്മുടെ ഈ ട്രേ ടൈപ്പിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എല്ലാ സാധനവും ഉണക്കാൻ പറ്റും. പച്ചക്കറികൾ, പഴങ്ങള്, എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഉണക്കി എടുക്കാൻ പറ്റും. ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ. ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഉണക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ട്രേസിന്റെ കാര്യം പറഞ്ഞപ്പോ ബൾക്കാകുമ്പോ അത് മാത്രം പറ്റുള്ളൂ. ബൾക്കിലാകുമ്പോ നമുക്ക് നാളികേരം, എന്താ പറയാ, അടയ്ക്ക, അങ്ങനെയുള്ള വളരെ കുറച്ച് ഐറ്റംസ് ഉണക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ ഇങ്ങനത്തെ ട്രേ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് ജാതിക്ക, ജാതിപത്രി, നാളികേരം, ഇങ്ങനത്തെ ഐറ്റംസ് ഉണക്കാം. ഇനി ഈ മെഷീനിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ട്രേസ് വരുന്നുണ്ട്. ചേട്ടൻ ട്രേസ് കണ്ടിരുന്നോ? മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നോ? അപ്പൊ ചേട്ടൻ എടുത്തിരിക്കുന്ന മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ്. നാളികേരം മാത്രം ഉണക്കാനായിട്ടുള്ളൂ. ഇവിടെ ഓയിൽ മില്ലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഓയിൽ മില്ലല്ല, വേറൊരു പർപ്പസ് ആണ്. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഉണക്കുന്ന പർപ്പസ് ആണെങ്കിൽ അതിനും നമ്മുടെ മെഷീൻസ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഈ മെഷീനിൽ തന്നെ ഇതിലിപ്പോ മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ്. ട്രേസ് നമ്മുടെ കമ്പനി 2 ടൈപ്പാണ് ചെയ്യുന്നത്. ഒന്ന് ഇതുപോലുള്ള മൈൽഡ് സ്റ്റീലും പിന്നെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നിങ്ങൾ ഇതുപോലെ ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫുഡ് ഐറ്റം നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, മുളക്, മല്ലി, അങ്ങനെ എന്ത് സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഇതിൽ വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കമ്പനി ഡെൽമാർക്ക്. കറണ്ട് പോയ കാരണം നമുക്ക് മെഷീൻ ഓണാക്കി കാണിക്കാൻ പറ്റില്ല. ഇതാണ് പവർ ബട്ടൺ. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് പവർ സ്വിച്ച് ഓൺ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ? അപ്പൊ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണല്ലോ ബോട്ടിൽസ്. ബോട്ടിലുണ്ട്. 1 ലിറ്ററിന്റെയും 1/2 ലിറ്ററിന്റെയും ബോട്ടിലുണ്ട്. 1 ലിറ്റർ, 1/2 ലിറ്റർ ബോട്ടിൽ. 1/2 ലിറ്റർ ബോട്ടിലുണ്ട്. ബ്രാൻഡാണ്. അതില് സ്റ്റിക്കർ പൊട്ടിച്ചാറുള്ളത്. ഇതില് സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റിക്കർ ഒട്ടിക്കണം അല്ലേ? AB കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ആക്കിയാണ്. AB കോക്കനട്ട് ഓയിൽ ആണ് ബ്രാൻഡിന്റെ പേര്. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ? പുറത്തേക്ക് കുറച്ച് ബാംഗ്ലൂരൊക്കെ ചിലർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുക്കുന്നുണ്ട്. കൊറിയറുണ്ട്. പിന്നെ കുറച്ച് കടകള് ഷോപ്പുകളിലേക്കൊക്കെ പിന്നെ ആൾക്കാരൊന്നും ഇവിടെ വാങ്ങുന്നുണ്ട്. ലൂസും വാങ്ങിക്കും. ബോട്ടിലുണ്ട്, ലൂസും ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഇവിടെ മറ്റേ ബോട്ടിലായിട്ട് ഇവിടേക്ക് വരാണെങ്കിൽ ലൂസായിട്ട് മുടന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല ക്വാളിറ്റിയിലുള്ള, നല്ല ഡ്രയറിൽ ഉണക്കിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇത് പുത്തമ്പേലിക്കര, പറൂര് താലൂക്കില് പുത്തമ്പേലിക്കര പഞ്ചായത്തില് പുത്തമ്പേര് തന്നെ. പുത്തമ്പേലിക്കര തിട്ടപ്പുറം റോഡിലാണത്. മാപ്പിലൊക്കെ ഉണ്ടോ സ്ഥലം? സ്ഥലമുണ്ട്. ഗൂഗിൾ മാപ്പില് ലൊക്കേഷൻ അടിച്ചാൽ മതിയോ? ലൊക്കേഷൻ അതല്ല, പുത്തമ്പേലിക്കരാണ്. AB കോക്കനട്ട് ഓയിൽ എന്ന് അടിച്ചാൽ പുത്തമ്പേലിക്കര അടിച്ച് നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് വെളിച്ചെണ്ണ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഓയിൽ വെളിച്ചെണ്ണ വരുന്നത്. ഇതിപ്പോ 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. ശുദ്ധമായിട്ടുള്ള നല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ തന്നെ വെട്ടി ഉണക്കി ആട്ടി കൊടുക്കണം. എത്രയാണ് വില വരുന്നത് ഇതിനിപ്പോ നമ്മൾ 200 രൂപയാണ് ലിറ്ററിന്. 1 ലിറ്റർ 200 രൂപയാണ്. 1/2 ലിറ്റർ 100 രൂപ. അങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. ഇതിലിപ്പോ നമുക്ക് ഈ മെഷീനിൽ മൊത്തം നാളികേരം ഉണക്കാണെങ്കിൽ എത്ര ലിറ്റർ നമുക്ക് ഇതിപ്പോ ഒരു 70-75 ലിറ്റർ 70-75 ലിറ്റർ ഒരേ സമയം ഒരു ദിവസം ആട്ടി നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പൊ ഈ ആട്ടാനായിട്ട് മെഷീൻ ഉണ്ട്. അതാണ് എക്സ്പെല്ലർ ആണ്. ജസ്റ്റ് കാണിച്ചു തരാം. ആട്ടുന്നതിന്റെ മെഷീൻസ് ആണ് ഇവിടെ വരുന്നത്. എക്സ്പെല്ലർ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ഉണക്കി കഴിഞ്ഞാൽ ഇത് ആട്ടാനായിട്ടുള്ളതാണല്ലേ? കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഡ്രയറിലാണെങ്കിൽ നേരെ ഇതിലേക്ക് ലോഡിയാണ് ചെയ്യാല്ലേ? നുറുക്കുണ്ട്. കട്ടിങ് മെഷീൻ ഉണ്ട്. അതിൽ കട്ട് ചെയ്തിട്ട് ഡ്രയറിൽ കയറ്റണത്. അതിനുശേഷം എക്സ്പെല്ലറാണ്. അപ്പൊ നാളികേരം ചിരട്ടോട് കൂടി അതിലിട്ട് ഉണക്കിയിട്ട് അതിൽ ഏകദേശം 12 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഈ കട്ടിങ് മെഷീനിലിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വീണ്ടും അതിലിട്ട് ഉണക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണക്കായിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെല്ലറിലിട്ട് ആട്ടി ഇതുപോലെ ഇവിടെ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് നേരെ ബോട്ടിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ മില്ല് വരുന്നത്.
വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു മില്ലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ വെളിച്ചെണ്ണ ഇപ്പൊ ഒരുപാടൊന്നും സ്റ്റോക്ക് ഇല്ല അല്ലേ, ഇപ്പൊ കഴിഞ്ഞിരിക്കാൻ തോന്നുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം ആട്ടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ആട്ടല് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ മിസ്സായി കഴിഞ്ഞാൽ ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ പക്ഷേ ആരും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ മഴക്കാലമായ കാരണം പുറത്ത് വെച്ച് ഉണക്കാനും പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് പുറത്ത് വെച്ച് ഉണക്കാനും പറ്റില്ല. അപ്പൊ ഒരു ദിവസം ഇത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണക്കി ആട്ടാനായിട്ട് പറ്റത്തുള്ളൂ മഴക്കാലത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ മഴക്കാലത്തൊക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മുടെ ഡ്രയർ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ, ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മില്ല് പർപ്പസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൾക്ക് ഡ്രയർ എടുക്കാന്നുള്ളതാണ്. ബൾക്ക് ഡ്രയറിന്റെ ഡീറ്റെയിൽസ് അറിയാനും നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്ക് ബാക്കി ഇപ്പൊ എന്ത് ഐറ്റംസ് ഉണക്കാനും, ഇപ്പൊ ജാതിക്ക, ജാതിപത്രി അല്ലെങ്കിൽ എന്ത് സംഭവം ഉണക്കാനും നമ്മുടെ മെഷീൻസ് ഉപയോഗിക്കാന്നുള്ളതാണ്. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ മാത്രമല്ല, ഇതിപ്പോ ഒരു 30 ട്രാൻഡ് മെഷീനാണ്. നമ്മുടെ കമ്പനി ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല മെഷീൻസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു 3 തട്ട് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് വരുന്ന മെഷീൻസ് തൊട്ട് 3, 5, 7, 10, 20, 30, 50 എത്ര ട്രേസിൽ ഡ്രയർ ആണെങ്കിലും കമ്പനി ഉണ്ടാക്കി നൽകുന്നതാണ്. അതും കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ അയച്ചു തരാനായിട്ട് പറ്റുന്നതാണ്. ചേട്ടാ, അപ്പൊ നമ്മുടെ മെഷീനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി മെഷീൻ നമുക്കിപ്പോ 1 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ മെഷീൻ എടുത്തപ്പോ എത്രയായിരുന്നു വില വന്നിട്ടുണ്ടായിരുന്നത്? വില ഒരു 1.75. ടാക്സ് അടക്കാണോ? ടാക്സ് അടക്കം 1.75. ടാക്സ് അടക്കം 1.75 നമ്മുടെ ഈ ഒരു 30 ട്രാൻഡ് മെഷീൻ വന്നിട്ടുള്ളത്. 1 വർഷം മുമ്പ്. 1 വർഷം മുമ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം ഉണക്കാനും നിങ്ങൾക്ക് നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാൻ, ഡ്രയറിനെ പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പൊ നിങ്ങൾ നല്ല മഴക്കാലത്ത് നമുക്ക് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രയറിനെ പറ്റി എന്താ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.